നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായി മലയാളത്തിലെ ചാനലുകളിൽ മാലിന്യം വൃത്തിയാക്കാനിറങ്ങി ആമയിഴഞ്ചാൻ തോട്ടിൽ ജീവൻ നഷ്ടപ്പെട്ട ജോയിയെക്കുറിച്ചാണല്ലോ ചർച്ച. 48 മണിക്കൂറുകൾക്കു ശേഷം ഇന്നലെ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടുകിട്ടി, സംസ്കാരവും കഴിഞ്ഞു. ചില കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ നമ്മൾ ഭയപ്പെടണം. കാരണം നമ്മുടെ രാജ്യത്തെ നിയമം ചിലർക്ക് കൊടുത്തിരിക്കുന്നത് വല്ലാത്ത ആനുകൂല്യങ്ങളാണ്. അവരിൽ പലരും ആ ആനുകൂല്യത്തെ വളരെ ഭംഗിയായി ദുരുപയോഗം ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയാൻ പാടില്ല, അല്ലെങ്കിൽ എല്ലാം സഹിച്ച് മിണ്ടാതിരിക്കണം. അതാണ് സ്ഥിതി. എങ്കിലും ഇക്കാര്യം പറയാതിരിക്കാൻ കഴിയുന്നില്ല. കാരണം ഞാനും ഈ രാജ്യത്തെ ഒരു പൗരനാണല്ലോ. ഇന്നലെ മലയാളത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ വാർത്താ ചാനലിൽ ജോയിയുടെ മരണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുകയാണ്. ഒരു BJP പ്രതിനിധി, ഒരു കോൺഗ്രസ് പ്രതിനിധി, ഒരു CPM പ്രതിനിധി, പിന്നെ ഒരു നിരീക്ഷക. എന്ത് നിരീക്ഷകയാണെന്ന് എഴുതി കാണിച്ചിട്ടില്ല. നിരീക്ഷക എന്ന് മാത്രമാണ് വിശേഷണം. സാധാരണ ഇടതുപക്ഷ സഹയാത്രികൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, സാമൂഹ്യ നിരീക്ഷകൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഇവർക്ക് ചാർത്തി കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടെ വെറും നിരീക്ഷക മാത്രമാണ്. 3 രാഷ്ട്രീയ പ്രതിനിധികളും അവരവരുടെ രാഷ്ട്രീയത്തിന് പരിക്കേൽപ്പിക്കാത്ത തരത്തിൽ വാദപ്രതിവാദങ്ങൾ നടത്തി. പക്ഷേ നിരീക്ഷകയ്ക്ക് പറയാനുണ്ടായിരുന്നതിൽ കൂടുതലും ജോയിയുടെ ജാതിയെക്കുറിച്ചായിരുന്നു. നമ്മൾ ആരെങ്കിലും അദ്ദേഹത്തിന്റെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഇതുവരെ ചിന്തിച്ചോ? വെറുതെയാണെന്ന് അറിയാമെങ്കിലും ആ മനുഷ്യൻ ജീവനോടെ വരണം എന്നല്ലേ എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നത്? പക്ഷെ ചാനൽ ചർച്ചയ്ക്ക് വന്നിരുന്ന നിരീക്ഷകയ്ക്ക് പറയാനുള്ളതിൽ കൂടുതലും ജോയിയുടെ ജാതിയെക്കുറിച്ചായിരുന്നു. ചിലരുണ്ടല്ലോ, സ്വയം ജാതിയുടെയും സമുദായത്തിൻ്റെയും ഒക്കെ സംരക്ഷണം അങ്ങ് ഏറ്റെടുക്കും, മറ്റു പണിക്കൊന്നും പോകില്ല, ആരും ഇവരെ ഏൽപ്പിക്കുന്നതൊന്നുമല്ല. അങ്ങനെ ഏറ്റെടുത്ത ഒരാളായിരിക്കണം ഈ നിരീക്ഷക. അവരുടെ പ്രശ്നം ഒരു നായരോ നമ്പൂതിരിയോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഈ മാലിന്യച്ചാൽ വൃത്തിയാക്കാൻ ഇറങ്ങാത്തതാണ്. ഇവിടെ ഇന്ന ജാതിക്കാരൻ ഇന്ന ജോലി ചെയ്യണം എന്നൊന്നും ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. കുശവൻ മൺപാത്രം ഉണ്ടാക്കുന്നതും വേളാൻ തെങ്ങിൽ കയറുന്നതും ഈഴവൻ തെങ്ങ് ചെത്തുന്നതും ക്ഷുരകൻ ക്ഷൗരം ചെയ്യുന്നതുമൊക്കെ പണ്ട്. ഇപ്പോഴതില്ല. ഒരാൾ ഒരു ജോലി ചെയ്യുന്നത് അയാളുടെ ഇഷ്ടവും താല്പര്യവും സൗകര്യവും ഒക്കെ നോക്കിയിട്ടാണ്. എത്രയോ ഈഴവനും നായരും ഒക്കെ ബാർബർമാരായി ജോലി ചെയ്യുന്നുണ്ട്. ആശാരിമാർ മാത്രമല്ലല്ലോ മരപ്പണി ചെയ്യുന്നത്. ഒരാളുടെ താല്പര്യമനുസരിച്ചുള്ള ജോലിക്ക് അയാൾക്ക് പോകാം, ആരും എതിര് പറയില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പ്രശ്നം നമ്പൂതിരിയും നായരും ഒന്നും ഓട വൃത്തിയാക്കാൻ ഇറങ്ങാത്തതാണ്. ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട എത്രയോ പേർ പല കൂലിപ്പണികൾക്ക് പോകുന്നുണ്ട്. ഇവരുടെയൊക്കെ വിചാരം ബ്രാഹ്മണർ അമ്പലങ്ങളിൽ പൂജ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നാണ്. കാരണം ഇവരെ പോലെയുള്ള നിരീക്ഷകർ അത്തരക്കാരെ മാത്രമേ നോക്കുന്നുള്ളൂ. എത്രയോ നായരും ക്രിസ്ത്യാനിയും മുസ്ലിമും ഈഴവനും ഒക്കെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാനും ഓട വൃത്തിയാക്കാനും ഒക്കെ പോകുന്നുണ്ട്. അതൊന്നും കാണാനുള്ള കാഴ്ച ഇവരുടെ കണ്ണുകൾക്കില്ല. സർക്കാർ ജോലിക്കാകട്ടെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകട്ടെ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് സംവരണമുണ്ട്. പഠിച്ച് നല്ല ഭാവി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർ അതിനായി ശ്രമിക്കുകയും ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും. എത്രയോ ഉന്നത സ്ഥാനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഇരിക്കുന്നുണ്ട്. സിവിൽ സർവീസ് പാസ്സായ ആദ്യത്തെ ആദിവാസി വനിതയാണ് ശ്രീധന്യ സുരേഷ്. ഇപ്പോഴവർ പെരിന്തൽമണ്ണ സബ് കളക്ടറാണ്. ഒരു ബിരുദം പോലും എടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ശ്രീധന്യ സുരേഷ് സിവിൽ സർവീസ് നേടിയത്. അങ്ങനെ എത്രയോ പേർ ജാതി പറഞ്ഞ് വെറുക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്നത് ഇതുപോലെയുള്ള നിരീക്ഷകരാണ്. യഥാർത്ഥത്തിൽ ഇവരെ പോലെയുള്ള നിരീക്ഷകർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുള്ളവരോട് ചെയ്യുന്നത് ദ്രോഹമാണ്. മറ്റൊരാളുമായി ഒരു വിഷയമുണ്ടായാൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ഒരു പരാതി കൊടുത്താൽ മതി, അവൻ്റെ കാര്യം കട്ടപ്പുക. അങ്ങനെ വരുമ്പോൾ പലരും ഇവർക്ക് ഒരു ജോലി പോലും കൊടുക്കാൻ മടിക്കും. യഥാർത്ഥത്തിൽ അർഹതയുള്ളവർ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ദുരുപയോഗം ചെയ്യുന്നത് സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിലും ഭേദപ്പെട്ടതും മികച്ചതും സാമ്പത്തികമായി മെച്ചപ്പെട്ട സാഹചര്യങ്ങളിലും ജീവിക്കുന്നവരാണ്. ഞാനീ പറയുന്നത് വാസ്തവ വിരുദ്ധമാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇത്തരം വാർത്തകളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഓരോ ജില്ലകളിലും SC/ST കോടതികളുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാടാണ് SC/ST കോടതി. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ കേസുകൾ മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഏകദേശം 2000-ലധികം കേസുകൾ ഈ കോടതിയുടെ മുമ്പിലുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ ഊഹിച്ചു നോക്കൂ, എത്രമാത്രം പരാതികളാണ് ഈ വിഭാഗത്തിൽ ഉണ്ടാകുന്നതെന്ന്. നിരപരാധികളാണ് മിക്ക സംഭവങ്ങളിലും ഈ കേസിൽ കുടുങ്ങുന്നത്. ഇനി ഇത്തരം കേസുകളിൽ എത്ര പേർ ശിക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് കൂടി നോക്കുക. മിക്ക കേസുകളും ഒത്തുതീർപ്പാക്കുകയാണ് പതിവ്. ശിക്ഷിക്കപ്പെടുന്ന കേസുകൾ വിരളമാണ്. കോടതിക്ക് ആവശ്യം തെളിവുകളാണ്. പോലീസ് സ്റ്റേഷനിൽ പരാതി എത്തിയാൽ അവർക്ക് കേസെടുത്തേ മതിയാകൂ. കേസെടുത്താൽ റിമാൻഡ് ചെയ്യും. വിചാരണ സമയത്ത് മിക്ക കേസുകളും തള്ളിപ്പോകും. ആരോപണ വിധേയനെ റിമാൻഡ് ചെയ്യുക എന്ന ഉദ്ദേശമേ പരാതിക്കാരനും ഉണ്ടാകൂ. 10-20 ദിവസം റിമാൻഡിൽ കിടന്നിട്ട് വക്കീൽ ഫീസും മറ്റുമായി കുറെ കാശും ചിലവാക്കുമ്പോൾ തന്നെ ആരോപണ വിധേയൻ ശിക്ഷിക്കപ്പെടുകയാണ്. 4-5 വർഷം മുമ്പ് ഒരു നടൻ തന്നോടൊപ്പം വേദി പങ്കിടാൻ തയ്യാറല്ലെന്ന് ഒരു സംവിധായകൻ പറഞ്ഞു എന്നാരോപിച്ച് വേദിയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താനൊരു ദളിതനായതുകൊണ്ടാണ് സംവിധായകൻ അത്തരത്തിൽ പെരുമാറിയത് എന്നായിരുന്നു നടന്റെ ആരോപണം. അന്നത് വലിയ വിവാദമായി. ഇന്ന് ആ സംവിധായകൻ മനം മടുത്ത് രംഗം തന്നെ വിട്ടു എന്നാണ് കേൾക്കുന്നത്. നടനാകട്ടെ ഇപ്പോൾ കുടംപുളിയിട്ട മീൻകറി വെച്ചും ഞണ്ടുലർത്തുണ്ടാക്കിയുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്.
സിനിമയിലൊന്നും കാണാനുമില്ല. പലരുടെയും പ്രശ്നം നമ്പൂതിരിയെന്നും നായരെന്നും പണിക്കരെന്നും പിള്ളയെന്നും ഒക്കെയുള്ള ജാതി പേരുകളാണ്. ഈ ബ്രാഹ്മണരെ എത്ര മ്ലേച്ഛമായിട്ടാണ് ഓരോരുത്തർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പരിഹസിക്കുന്നത്. എന്നാൽ തിരിച്ച് ഒരു അഭിപ്രായം പറയുന്നത് പോലും ജാതി നോക്കിയിട്ടായിരിക്കണം. തൻ്റെ ജാതിയെക്കുറിച്ച് ആർക്കെങ്കിലും അപമാനം തോന്നുന്നുണ്ടെങ്കിൽ മേൽജാതി എന്ന് അവർക്ക് തോന്നുന്ന ഏതെങ്കിലും ജാതിവാൻ പേരിനോടൊപ്പം ചേർത്താൽ പോരെ, ആരും ചോദ്യം ചെയ്യില്ല. ജമീല ബീവി നീള നമ്പ്യാരായതുപോലെ. മരണപ്പെട്ട ജോയി എന്ന ഹതഭാഗ്യൻ ഒരിക്കൽ പോലും തൻ്റെ ജാതിയെക്കുറിച്ച് പറഞ്ഞ് ആരോടും പരിഭവിച്ചിട്ടുണ്ടാകില്ല. അല്ലെങ്കിൽ തന്നെ തനിക്കും അമ്മയ്ക്കുമുള്ള അന്നന്നത്തെ അന്നം അന്നന്ന് കണ്ടെത്താൻ നെട്ടോട്ടമോടുന്ന ആ പാവത്തിന് ജാതിയെയും മതത്തെയും ഒക്കെ കുറിച്ച് ചിന്തിക്കാൻ എവിടെയാണ് നേരം? ഇതാരെയും പരിഹസിക്കാനോ അപകീർത്തിപ്പെടുത്താനോ പറഞ്ഞതല്ല. ഞാൻ ആദ്യം പറഞ്ഞ നിരീക്ഷക വല്ലാതെ രോഷം കൊള്ളുന്നത് കണ്ടു. എന്തിനാണത്? ചർച്ചയ്ക്കിരിക്കുന്ന മറ്റുള്ളവരോട് മോശമായ ഭാഷയിലാണ് അവർ സംസാരിച്ചത്. തിരിച്ചു മറുപടി പറയാൻ മറ്റുള്ളവർക്ക് പേടി. അവർ പറഞ്ഞ അതേ നാണയത്തിൽ മറുപടി പറഞ്ഞാൽ പിന്നെ കളി മാറും. അതുകൊണ്ട് പലപ്പോഴും അവർ മറുപടി മയപ്പെടുത്തി. ഞാൻ പറയുന്നത് ഇതിനൊരു മാറ്റം വരണം, വന്നേ മതിയാകൂ. ആ മാറ്റം കൊണ്ടുവരേണ്ടത് നിയമമാണ്. അല്ലെങ്കിൽ പല നിരപരാധികളും ശിക്ഷിക്കപ്പെടും. ആരും ഇവിടെ ജാതി ചോദിക്കുന്നില്ല. ജാതി ചോദിക്കുന്നതും പറയുന്നതും ഭരണകൂടവും നിയമവ്യവസ്ഥിതിയും പിന്നെ ഈ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നവരുമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോഴാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് യാഥാർത്ഥ്യമായത്, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന്. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ ചാനൽ ചർച്ചയിൽ ആ നിരീക്ഷകയെ പങ്കെടുപ്പിച്ചത് എന്തുകൊണ്ടായിരിക്കുമെന്നാണ്. ഒരുപക്ഷെ വാക്കുതർക്കം മൂർച്ഛിക്കുമ്പോൾ പുതിയൊരു വിവാദം ചാനൽ അധികൃതർ പ്രതീക്ഷിച്ചിട്ടുണ്ടാകണം. അതായിരിക്കാം കാരണം.